നെക്സ്റ്റ് വരുന്നതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ IQ ആൻഡ് EQ. ഇമോഷണൽ കോഷ്യന്റ് ആൻഡ് ഇന്റലിജൻസ് കോഷ്യന്റ്, ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. IQ അല്ലെങ്കിൽ ഇന്റലിജൻസ് നമ്മൾ കുറെ അധികം കേട്ടിട്ടുള്ള ഒരു വേർഡാണ്. ഈ ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്ന വേർഡ് അത് യൂഷ്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൊഗ്നിറ്റീവ് ഇന്റലിജൻസിനെയോ അല്ലെങ്കിൽ അക്കാഡമിക് ഇന്റലിജൻസിനെയോ ആണ്. കൊഗ്നിറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം നമ്മുടെ അറ്റൻഷൻ, ഇൻഫർമേഷൻ പ്രോസസ്, അതുപോലെ തന്നെ മെമ്മറി, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെയാണ് കൊഗ്നിറ്റീവ് ഇന്റലിജൻസിന്റെ അണ്ടറിൽ വരുന്ന ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അക്കാഡമിക് ഇന്റലിജൻസ്. സോ ബേസിക്കലി ഈ ഒരു കൊഗ്നിറ്റീവ് ഇന്റലിജൻസ് അല്ലെങ്കിൽ അക്കാഡമിക് ഇന്റലിജൻസ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ വരുന്ന ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അക്കാഡമിക് ഇന്റലിജൻസ് മാത്രമല്ല നമുക്കുള്ളത്, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഇന്റലിജൻസ് മാത്രമല്ല നമുക്കുള്ളത്, ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഇന്റലിജൻസ് ഒരു വ്യക്തിക്ക് ഉണ്ട്. സോ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിഷൻസ് ഓഫ് ഇന്റലിജൻസ് ആണ്. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രപ്പോസ്ഡ് ബൈ വെഷ്ലർ. Intelligence is the global capacity of individual to act purposefully, to think rationally and to deal effectively with the environment. ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റി ആണ് ടു ആക്ട് പർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് എൻവയോൺമെന്റ്. ഇപ്പം നമ്മളൊരു ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ യുക്തിപരമായി ചിന്തിക്കാനും അതുപോലെ തന്നെ പേർപ്പസ്ഫുള്ളി ആക്ട് ചെയ്യാനും ബിഹേവ് ചെയ്യാനും ആൻഡ് ഓൾസോ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ഡീൽ ചെയ്യാനുമുള്ള ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് പ്രപ്പോസ്ഡ് ബൈ വെഷ്ലർ. സോ വെഷ്ലറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്തിനൊക്കെ ടു ആക്ട് പർപ്പസ്ഫുള്ളി ആൻഡ് ടു തിങ്ക് റാഷണലി ആൻഡ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദ എൻവയോൺമെന്റ്. ഓക്കെ, സോ ഈ ഒരു കൊഗ്നിറ്റീവ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ഹയർ മെന്റൽ എബിലിറ്റീസിനെ നമ്മൾ ജനറൽ മെന്റൽ എബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഹയസ്റ്റ് ലെവൽ ഓഫ് കൊഗ്നിറ്റീവ് ഓർ മെന്റൽ എബിലിറ്റീസ് കോൾഡ് ജനറൽ മെന്റൽ എബിലിറ്റി ഓർ G ഫാക്ടർ. സോ ഈ ഒരു കൊഗ്നിറ്റീവ് ഇന്റലിജൻസിനെ നമ്മൾ പറയുന്നതാണ് G ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ മെന്റൽ എബിലിറ്റി എന്നുള്ളത്. സോ ഈ G ഫാക്ടറിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ മെഷേഴ്സ് ഓഫ് ദ എബിലിറ്റീസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസിംഗ് ആൻഡ് റീസണിങ്. ഇപ്പം ഇൻഫർമേഷൻ പ്രോസസിംഗ് ആൻഡ് റീസണിങ് ആണ് ഫ്ലൂയിഡ് ഇന്റലിജൻസിന്റെ അണ്ടറിൽ വരുന്നത്. അതായത് നമ്മൾ നോളേജ് അവിടെ നമ്മൾ പ്രോസസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നോളേജ്, ഇപ്പം എൻവയോൺമെന്റിൽ നിന്നാണെങ്കിൽ മാക്സിമം നോളേജ് നമ്മൾ അവിടെ പ്രോസസ് ചെയ്യുക,